എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നന്മയും ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നന്മ ഇതുവരെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു നല്ല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാവുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്കൊരു ഭാഗ്യവും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങളുടെ ചിന്ത? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന് കണ്ണടയ്ക്കാമോ? ഒന്ന് കണ്ണടയ്ക്കും, എന്നിട്ടൊന്ന് കണ്ണു തുറന്നേ. എന്നിട്ട് ചുറ്റിനുമുള്ള, നമ്മുടെ വീടാണ്, സാധാരണ ഇരിക്കുന്ന സ്ഥലമൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു 5 കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ഒന്ന് ചുറ്റിനൊന്ന് ശ്രദ്ധിച്ചേ. 1 മിനിറ്റ് സമയം തരാം. ഒന്ന് ചുറ്റിനൊന്ന് കണ്ണോടിക്കുക. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമായിരിക്കും. നമ്മൾ നിരന്തരം കാണുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കാണുന്ന ഓരോ സാധനത്തിനും ഒരു 10 സെക്കൻഡ് വീതം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഞാനിങ്ങനെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നുണ്ട്. ഫ്ലവർ വേസ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ആ ഫ്ലവർ വേസിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ ഒരു 5 കാര്യം, ഓരോ 5 കാര്യത്തിലും 10 സെക്കൻഡ് വീതം ഒന്ന് ശ്രദ്ധിക്കാമോ? ശ്രദ്ധിച്ചോ? എങ്കിൽ കണ്ണടയ്ക്കുക. ഒരു 4 ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 4 ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റിനും ഉള്ളത് തന്നെയാണ്. പക്ഷെ ആ 4 ശബ്ദങ്ങളിലേക്ക്, 4 തരത്തിലുള്ള 4 ശബ്ദങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് ഓരോ ശബ്ദത്തിലും ഒരു 10 സെക്കൻഡ് വീതം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചോ? എന്ത് തോന്നുന്നു? ഈ ശബ്ദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് അല്ലേ? പക്ഷെ നമ്മൾ പലതും കേട്ടിട്ടില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിനും ഉണ്ട്, പക്ഷെ നമ്മൾ അതും ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ നമ്മൾ കണ്ണടച്ചു, കണ്ണ് തുറന്നപ്പോൾ നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, നമുക്കെല്ലാം കാണാൻ പറ്റുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കണ്ണ് കാണാൻ സാധിക്കാത്ത എത്രയോ മനുഷ്യര്, കണ്ണിന് കാഴ്ച കുറഞ്ഞ എത്രയോ മനുഷ്യര് എത്ര ചികിത്സ തേടി നടക്കുന്നുണ്ട്, എത്ര ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. നമുക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ തന്നെ കേൾവി ശക്തി, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ കാര്യമല്ല. ഓരോരുത്തരും എത്ര എത്ര വേദന സഹിക്കുന്നുണ്ട്, ഈ ചെവി കേൾക്കാൻ കഴിയാതെ എത്ര വിഷമിക്കുന്നുണ്ട്. കേൾവി ശക്തിയുണ്ട്, കാഴ്ച ശക്തിയുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ബുദ്ധിയുണ്ട്, ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, ഹാർട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ദഹന പ്രക്രിയ കറക്റ്റാണ്, നടക്കാൻ സാധിക്കുന്നുണ്ട്, ഓടാൻ സാധിക്കുന്നുണ്ട്, കൈകളുണ്ട്, എഴുതാൻ പറ്റും അല്ലെ? ഇങ്ങനെയൊക്കെ ഇതിൽ പലതും ഇല്ലാത്തവരുണ്ട് നമ്മുടെ ചുറ്റിനും. നമ്മൾ പലതും കാണുന്നുമുണ്ട്, പക്ഷെ എന്നിട്ട് പോലും നമുക്കതൊരു ഭാഗ്യമായി തോന്നിയിട്ടില്ല എങ്കിൽ, അതൊരു ബ്ലെസ്ഡ് ആയിട്ട്, അനുഗ്രഹമായിട്ട് തോന്നിയിട്ടില്ല എങ്കിൽ ഞാൻ എന്താ പറയണ്ടേ? ഒരു കാര്യം കൂടെ, നമുക്ക് എന്താണോ ഉള്ളത് അതിന് നന്ദിയില്ല എങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം നമ്മളിലേക്ക് വരും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് പോലും ഉണ്ട്, ഉള്ളവൻ എപ്പോഴും ദൈവം കൊടുക്കും, ഉള്ളവൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇല്ലാത്തവനൊന്നും ഉണ്ടാവില്ല ഒരിക്കലും എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരൊറ്റ കാര്യമാണ്, ഉള്ളതിന് നന്ദിയില്ല എങ്കിൽ പിന്നീട് എങ്ങനെ ബാക്കി ഉണ്ടാവുക? അതുകൊണ്ട് നന്ദിയുള്ളവരാകുക.
ഉള്ളതിന് നന്ദിയുള്ളവരാകും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ 10 കാര്യത്തിന് വേണ്ടി നന്ദി പറയും. നമുക്ക് നല്ല മാതാപിതാക്കള്, നല്ല മക്കള്, നല്ല ജീവിത പങ്കാളി, നല്ല സഹോദരി സഹോദരന്മാര്, നല്ല സുഹൃത്തുക്കള്, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് നന്മയ്ക്കുണ്ട് അല്ലെ. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ നമ്മുടെ ഭാഗ്യമല്ലേ. ഇപ്പൊ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഒന്ന് കണ്ണുകൾ അടച്ച് എങ്ങനെയാണ് നന്ദി പറയണ്ടേന്നുള്ളതല്ലേ. കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചോ, ധൈര്യമായിട്ട് അടച്ചോ. എനിക്ക് കാഴ്ച ശക്തി തന്നതിന് പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് കേൾവി ശക്തി തന്നതിന് പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ ഈ ജീവൻ നിലനിർത്തുന്നതിന് പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നതിന് പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. പറഞ്ഞോളൂ, ബാക്കി പറയും. ഇനി എന്തൊക്കെയാണ് എനിക്ക് തന്നെ അറിയാം. ഇത് വെറുതെ ആർക്കോ വേണ്ടി പറയുന്ന പോലെ പറയരുത്. ഉള്ളിൽ നിന്ന് ആ നന്ദി വരണം. എന്നാലേ നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തൂ. ഉള്ളിൽ നിന്നുള്ള ആ നന്ദി പ്രപഞ്ച ശക്തിയിൽ മുഴുവനും കിട്ടണം. ദിവസേന രാവിലെ എഴുന്നേൽക്കുന്നത് ഈ ഒരു മനസ്സോടുകൂടിയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ എത്ര ബ്ലെസ്ഡ് ആയിരിക്കും, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമുക്ക് തോന്നും, എത്ര ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആയിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് ദിവസേന എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ നമ്മളിത് പറഞ്ഞുകൊണ്ട് തന്നെ എഴുന്നേൽക്കുക. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നന്ദിയുള്ളവരാകുക, അനുഗ്രഹിക്കപ്പെട്ടവരാകുക, അങ്ങനെ ജീവിക്കുക.